ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ഇതിനകത്ത് പാടിയിരിക്കും. നല്ല ബോധത്തോടു കൂടി ആസ്വദിക്കാൻ തയ്യാറാവണം. പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. മ്യൂസിക് ആൻഡ് മ്യൂസിക്കാലിറ്റി രണ്ടും അവിടെ ഉണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. പോയി തളർന്ന് തരിപ്പണമായി എവിടെയെങ്കിലുമൊക്കെ പോയി ഉരുണ്ട് വീണിട്ടൊക്കെ വന്നിട്ട് ഒരു പാട്ടെടുത്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മൈൻഡ് അതിന് പ്രിപ്പയർഡാണ്. ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നമസ്കാരം, ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഗസ്റ്റ് റൂമിൽ നമുക്ക് അതിഥിയായിട്ടുള്ളത് മലയാളത്തിന്റെ സ്വന്തം ഗായകനായിട്ടുള്ള രവിശങ്കർ സാറാണ്. സാർ നമസ്കാരം. അയ്യോ, ഭയങ്കര പ്ലസന്റ് ആയിട്ട് സാറിനെ പോകാൻ കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര റിലാക്സ് ആയി കാമായി കവിച്ചായിട്ടിരിക്കാൻ തോന്നുന്നുണ്ട്. ഭയങ്കര നല്ല ചിരി വരുന്നു, ഭയങ്കര സന്തോഷമുള്ളൊരു മുഖം. താങ്ക് യു. സന്തോഷമുള്ള ശബ്ദം. സാർ 1999 അല്ലേ സാഫല്യം? അതെ. അതിലൂടെ മലയാള സിനിമയിലേക്ക് പാടി വന്നതാണ്. ആ ഒരു പാട്ട് 2025 എന്ന് പറയുന്ന വർഷത്തിൽ ഇങ്ങനെ അവസാനിക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ഒരു സിനിമയിൽ പാടാൻ പറ്റുന്നൊരു സ്റ്റേജ് എൻ്റെ മ്യൂസിക്കൽ കരിയറിൽ ഉണ്ടാവും എന്നൊന്നും പ്രതീക്ഷിച്ച് പാടുന്ന ആയിരുന്നില്ല. എൻ്റെ മാക്സിമം ഡ്രീം എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ അന്നത്തെ കോമ്പറ്റീഷൻസ് ജയിക്കുക, അല്ലെങ്കിൽ കോളേജിലെത്തുമ്പോൾ കുറച്ചും കൂടെ ബിറ്റ് മോർ പ്രൊഫഷണലി സെൽഫിഷ് എന്ന് പറയാം. ലളിതഗാനത്തിന് യൂണിവേഴ്സിറ്റി യുവജനോത്സവങ്ങളിൽ 1-ാം സ്ഥാനം. അന്ന് നമുക്ക് ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ പേപ്പറിൽ വരുന്ന ആ ഒരു ഫോട്ടോഗ്രാഫ് വരും, കേരള യൂണിവേഴ്സിറ്റി 1-ാം സ്ഥാനം രവിശങ്കർ എന്ന് പറഞ്ഞൊരു സാധനം എനിക്ക് ഭയങ്കര അത് വേണമായിരുന്നു. അപ്പോൾ അതാണ് എന്നെ പാട്ടിലേക്ക് അതുവരെയൊക്കെ ആയിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ. പക്ഷെ അവിടെ നിന്നൊക്കെ ഇത്രയും ദൂരം വരാൻ പറ്റി എന്ന് പറഞ്ഞത് ദൈവാനുഗ്രഹം. ഐ ഹാവ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. അതെ, അമ്മ ഒരു ടീച്ചറാണ്. എന്നെ ആദ്യം ലളിത ഒരു പാട്ട് പഠിപ്പിച്ചു തുടങ്ങിയതും പാട്ട് എന്ന് പറയുന്ന സാധനത്തിലേക്ക് എൻ്റെ ശ്രദ്ധ എന്താ പറയാ ഫണൽ ചെയ്തതും ഒക്കെ അമ്മയും അച്ഛനും. അമ്മയായിരുന്നു ആദ്യ ഗുരു എന്ന് പറയാം. അതിനുശേഷം വന്ന ഗുരുക്കന്മാരെ നോക്കുകയാണെങ്കിൽ MG രാധാകൃഷ്ണൻ. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ തന്നെ 1-2 ടീച്ചേഴ്സ് എന്നെ പഠിപ്പിച്ചിരുന്നു. സരസ്വതി അമ്മ, അങ്ങനത്തെ കുറച്ച് ടീച്ചേഴ്സ്. അത് കഴിഞ്ഞ് L വൈകുണ്ഠപതി, അദ്ദേഹമാണ് ആദ്യം ഫോർമലി തുടങ്ങിയത്. അത് കഴിഞ്ഞ് പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാർ, അത് കഴിഞ്ഞ് MG രാധാകൃഷ്ണൻ സാർ. അങ്ങനെ പിന്നെ ഇപ്പോൾ വലിയ വലിയ ആൾക്കാരൊക്കെ പറയുമ്പോൾ അത് ശരിയാണെന്ന് തോന്നും. കാരണം ഏത് പാട്ട് പറഞ്ഞു തരുന്ന ഒരാളും നമുക്ക് അതിൽ നിന്ന് എന്തോ ഒരു സാധനം നമുക്കതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ പാകതയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എല്ലാവരും ഗുരുക്കന്മാരെന്നുള്ള എല്ലാവരും ഗുരുക്കന്മാരാണ്. അതെ, എല്ലാവരും ഗുരുക്കന്മാരാണ്. ഒപ്പം തന്നെ എനിക്ക് തമിഴിലോ മറ്റൊരു ചൊല്ലുണ്ടല്ലോ, പാടും കുയിൽ പോതും ഇസൈ ഗുരുതാൻ, അങ്ങനെ എന്തോ ഒരു വേർഡ്സ് ഞാൻ ഓർക്കുന്നു. കുയിൽ പോലും ഒരു കുയിലിന്റെ പാട്ട് പോലും അതിൽ നിന്ന് പോലും നമുക്ക് മ്യൂസിക്കലി നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് നിൽക്കുന്ന മൊമെന്റ്സിൽ അതെന്തോ നമുക്ക് പറഞ്ഞു തരുന്ന പോലെയോ ആ നോട്ടിന്റെ ഗ്രാഫൊക്കെ നമുക്ക് ആലോചിച്ചാൽ ശരിക്കും അതിൽ നിന്നും കുറച്ചുണ്ട് പഠിക്കാൻ. എവിടെയും സംഗീതം ഉണ്ടെന്നാണോ? അതെ, എന്തിലും സംഗീതം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഭൂലോകത്തിന്റെ കണക്കിലില്ലെന്ന് വിശ്വസിക്കുന്ന കണക്ക് ഞാനുമായിട്ട് ചേരിയില്ല, ഇഷ്ടമല്ല. പക്ഷെ സംഗീതമായിരുന്നു എല്ലാം. സംഗീതം തന്നെയായിരുന്നു എല്ലാം. സംഗീതം എന്ന് പറയുന്ന സമയത്ത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട്, ഗിരീഷ് പുത്തഞ്ചേരി. അദ്ദേഹം വിരളമായിട്ട് മാത്രമാണ് സിനിമ കഥ എഴുതിയിട്ടുള്ളത്, അല്ലേ? അങ്ങനെ എഴുതിയ ഒരു സിനിമയിൽ സാറ് പാടിയിട്ടുണ്ട്, ഇല്ലേ? അദ്ദേഹത്തിന്റെ കുറച്ച് പറഞ്ഞോളൂ ബാക്കി. ഓക്കെ, അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരി സാർ എഴുതിയിട്ടുള്ള ഒരു സിനിമയിൽ പാടാനായിട്ട് അവസരം കിട്ടിയിട്ടുള്ള ഒരാളാണ് സാറ്. ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറയുമ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നത്? ഗിരീഷ് ചേട്ടനെ ആദ്യം എനിക്ക് പരിചയപ്പെടുത്തുന്നത് MG രാധാകൃഷ്ണൻ സാറും പത്മജാൻ്റിയാണ്. അപ്പോൾ ഗിരീഷ് ചേട്ടൻ ഈ പറഞ്ഞ ചിത്രത്തിന് വേണ്ടി പാട്ടുകൾ എഴുതാനായിട്ട് അതൊന്നും അങ്ങനെ ഭയങ്കര ഒരു ഹൈലി ബാനേഡ് കമ്പനീസിൻ്റെ അകത്തുള്ള സിനിമകളല്ലായിരുന്നു.
അപ്പോൾ പാട്ട് എഴുതാൻ തമ്പുരു എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്തെ ഹോട്ടലിൽ വന്ന് താമസിച്ച് 3-4 ദിവസം എടുത്തിട്ടും ഗിരീഷ് ഏട്ടൻ ഇങ്ങനെ എഴുതുന്നേ ചുമ്മാ എന്തൊക്കെയോ പറയുന്നത്. എന്നെ അവിടെ പിടിച്ചിരുത്തി രാത്രി ആകുമ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകും. അങ്ങനത്തെ നല്ല കുറേ നല്ല എക്സ്പീരിയൻസ്. പക്ഷേ പിറ്റേത് 4ാമത്തെ ദിവസം എനിക്ക് മസ്കറ്റിലേക്ക് എനിക്ക് യാത്രയുണ്ട്. ഞാൻ 3ാമത്തെ ദിവസമായപ്പം പറഞ്ഞു, ചേട്ടാ ഇനി ഞാൻ പോവാം, ഇനിയിപ്പോൾ ഇത് ആര് പാടുമെന്ന് പോലും എനിക്കറിഞ്ഞൂടാ, ഗിരീഷ് പുത്തഞ്ചേരി ആണ് പാട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നീ ഇതിനകത്ത് പാടിയിരിക്കും എന്ന് പറഞ്ഞ് പാടിച്ച പാട്ടുകളാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ മിക്കവാറും ഈ ഡിവോഷണൽ അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കൽ പ്രോഗ്രാംസ് ഒക്കെ പാടാൻ പോകുമ്പോൾ ഞാൻ നമുക്ക് എപ്പോഴും ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഏത് പാട്ട് എന്ന് ഒരു സംശയം വരും. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തിൻ്റെ വരികളാണ് ആദ്യം ഓർമ്മ വരിക. പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. പാടാൻ തുടങ്ങുമ്പോൾ എൻ രുദ്രവീണയിൽ പ്രണവ പഞ്ചാമൃതം പകരുമമ്മേ. നാവിൻ തുമ്പിൽ നീ വിടർത്തേണമേ, നാവിൻ തുമ്പിൽ നീ വിടർത്തേണമേ. നാദചന്ദ്രോദയ ലയമധുരം. ഇത് ചിലപ്പോൾ ചില അമ്പലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഒരു 4 വരി പാടാം ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പാട്ട് ഇതാണ്. ഞാൻ എം ജി രാധാകൃഷ്ണൻ സാറാണ് സംഗീതം അല്ലേ. ഇങ്ങനെ കേട്ടിട്ട് ഒരു നിമിഷം ഓക്കെ ചോദ്യമൊന്നുമില്ല, ഞാനിങ്ങനെ ഇരിക്കാം എന്നെനിക്ക് തോന്നിപ്പോകുന്നു. പാട്ടിന് അങ്ങനെ ഒരു മാജിക് ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു മൊമെന്റിനെ അത്രയും പ്ലസന്റ് ആക്കാൻ പറ്റുന്ന ഒരു മാജിക് ഉണ്ട്. ഇങ്ങനെ അതെ, എനിക്ക് തിരിച്ചാ തോന്നിയിട്ടില്ല. നമ്മൾ ഏത് മൊമെന്റിലായിരിക്കുന്നോ അതിനെ അഗ്രവേറ്റ് ചെയ്യുന്ന രീതിയായിട്ട് തോന്നാം. ഒന്നും കൂടി പീക്കിലേക്ക് കൊണ്ടുവന്നു. നമ്മളിങ്ങനെ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ മെല്ലെ ആടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നുകിൽ അങ്ങനെ ആ ആയത്തിലേക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്കോ പോകും. അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. ഓക്കെ. പിന്നെ പറയുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ സാറിന്റെ ഒരു കരിയർ ബ്രേക്ക് എന്ന് പറയാനായിട്ട് മാണിക്കക്കല്ല്, അത് ശരിക്കും ഒരു കരിയർ ബ്രേക്ക് തന്നെയായിരുന്നു. ആ ഒരു പാട്ട് ശ്രേയ മാം ഒരു കോമ്പിനേഷൻ ഭയങ്കര ഹിറ്റായിരുന്നു. ഒരുപാട് എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് പല സീഡികളിലും ഈ വെഡ്ഡിങ്സിനും അതിനൊക്കെ സീഡികളിൽ നിർബന്ധമായിരുന്നു, മസ്റ്റാണ്. നമ്മൾ സദ്യക്ക് വിളമ്പുന്ന ഒരു മെയിൻ ഐറ്റം പോലെ ആ പാട്ടുണ്ടായിരുന്നു. അത്രമാത്രം ഫേവറേറ്റ് ആയിട്ട് വന്നൊരു പാട്ടായിരുന്നു. അത് ശരിക്കും ഒരു കരിയർ ബ്രേക്ക് ആയിരുന്നു. അത് എം ജയചന്ദ്രൻ ചേട്ടനാണ് എനിക്ക് തന്നൊരു സമ്മാനം. സംഗീതത്തിൽ എനിക്ക് തന്നൊരു സമ്മാനമായിട്ടാണ് ഞാൻ എപ്പോഴും കരുതുന്നത്. കാരണം എപ്പോഴും അടുത്ത പാട്ട് ഏതാ, ഇപ്പോൾ മോഹൻലാൽ സാറിനെ കാണുമ്പോൾ പുതിയ പ്രോജക്റ്റ് എന്താണെന്ന് ചോദിക്കുന്ന ഒരു ശീലമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് വളരെ കാര്യമായിട്ട് പറയാൻ പറ്റുന്നൊരു പാട്ട് വീണ്ടും തന്നൊരു സെക്കൻഡ് ടേക്ക് ഓഫ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു മ്യൂസിക്കിന് നമ്മുടെ ഉള്ളിലെ മ്യൂസിക്കിനെ കുറിച്ച് നമുക്ക് അതിൻ്റെ നന്മയെക്കുറിച്ചും ഒക്കെ നമുക്കറിയാമെങ്കിലും നമുക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ഇത് കരുത്തോടെ പറയാൻ പറ്റുന്ന പാട്ടുകളിലൊന്നാണ്. തീർച്ചയായിട്ടും. ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്, തെളിവാനിൽ നിന്ന മേഘം പനിനീരിൻ കൈക്കുടഞ്ഞു, അണിവാക പൂക്കുമീ നാളിൽ നാണം കൊണ്ട് ചെമ്പരത്തി, ഹേയ് ചെമ്പരത്തി കമ്മലിട്ട് കുപ്പി വളക്കൊഞ്ചലിട്ട് കാത്തു നിന്നതാര്, അന്തിവയിൽ പൊന്നെടുത്ത് 10 മുഴം പട്ടെടുത്ത് പാർത്തു നിന്നതാര്. ഞാൻ ഇങ്ങനെ റിയൽ ആയിട്ട് കേൾക്കുമ്പോഴേ ആ ഫീല് അന്ന് ആ സിനിമ കാണുമ്പോ കിട്ടുന്ന ഒരു ഫീലിലേക്ക് നമ്മുടെ ഇവിടെ എവിടെയൊക്കെയോ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമയാണ് മല്ലേപ്പള്ളി. പാലക്കാടിന്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് പാലക്കാട്. അങ്ങനെ ഒരു വൈബുണ്ട്. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലം. ആണോ ഈ പ്രകൃതി രമണി കാരണം ഇഷ്ടം? അല്ല, ഓരോ സ്ഥലത്ത് ഓരോ വൈബ് ഉണ്ടെന്ന് നമുക്ക് തോന്നാറില്ലേ? ചില സിറ്റികളിലൊക്കെ ചെല്ലുമ്പോൾ ഇത്രയും പെട്ടെന്ന് പണി തീർത്തിട്ട് ഒന്നുകിൽ റൂമിലേക്കോ അല്ലെങ്കിൽ നാട്ടിൽ അടുത്ത സ്ഥലത്തേക്കോ പോകാൻ തോന്നും. ഇവിടെ ഈ പറഞ്ഞ പോലെ ഒരു പീസ് ഉള്ള ഫീലുണ്ട് എപ്പോഴും.
പാലക്കാട് പീസ് ഉണ്ട്. പിന്നെ ആൾക്കാരുടെയൊക്കെ പെരുമാറ്റത്തിൽ ആൾക്കാരുടെ ഉള്ളു പലപ്പോഴും ജനറലി ഒരുപോലെ ആയിരിക്കും. സെൽഫിഷ് ആവേണ്ട അടുത്ത് സെൽഫിഷ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കുറ്റവാസന അതൊന്നും ഇല്ലാത്ത ഉട്ടോപ്യൻ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഒരു കാര്യം പറയുന്ന രീതിയിൽ ഉള്ള ഒരു സിംപ്ലിസിറ്റിയാണ് ഇപ്പോഴും. ഞാൻ എപ്പോഴും ഓർക്കുന്നു, ഞാൻ കോവിഡ് സമയത്ത് റോഡൊക്കെ വിജനമായിട്ട് കിടക്കാം. ഞാൻ കോയമ്പത്തൂരിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞു, രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അത് പോകുന്ന വഴിക്കാണ്, ഇവിടെ നിന്ന് ഇങ്ങനെ ഇടത്തേക്ക് തിരിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞു. കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വഴി ഞാൻ ഈ ഇടത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ആരോട് ചോദിക്കും? അതും ഈ കോവിഡ് സമയത്ത് ഈ കടകൾ തുറക്കുമോ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ വഴിയിലൊരു അങ്കിളിനെ ഞാൻ കണ്ടു, ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ ഫുൾ സ്ലീവ്സ് വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടിട്ട് ഒരു തവണ മാത്രം മടക്കി വെച്ച കൈയും ഒക്കെ ആയിട്ട് പാല് മേടിക്കാൻ എന്തോ വളരെ പ്രസന്നമായിട്ട് കുറിയൊക്കെ തൊട്ട് പോവാം. ഞാൻ ചോദിച്ചു, ഇവിടെ ഇഡ്ഡലി കിട്ടുന്നൊക്കെ പുള്ളിയ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഗ്ലാസ് താഴ്ത്തിച്ച്, എന്താ വേണ്ടത്, എങ്ങോട്ടാ പോകും? അതോ ഇത്രയും സമയം എടുത്തു. മറ്റേ നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും, ഇഡ്ഡലിയോ അവിടുത്തെ എടുത്തോട്ട് അങ്ങനെ പറയുന്നതല്ല. പുള്ളി അതല്ലാതെ അവിടെ വെച്ച് പത്രമൊക്കെ മടക്കി താഴെ അവിടുന്ന് അവിടെ പോകുമ്പോൾ ഇന്ന 2-3 തന്നു, അതല്ല ഏറ്റവും നല്ലത് ഇന്നടുത്തുള്ള എന്നൊക്കെ പറഞ്ഞ് വളരെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നിട്ട് ശരി എന്നാ, അത്രേ ഉള്ളൂ. അപ്പൊ തന്നെ നമ്മൾ വയറ് നിറഞ്ഞു. ഇപ്പോഴും ആ ഒരു ഡീറ്റെയിൽ ഞാൻ അതാ ശ്രദ്ധിച്ചേ. ഇത് ഒരിടത്തും ഇല്ല എന്നുള്ളതല്ല, ഞാൻ കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ ഭാഗം പാലക്കാട്ടിൽ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമുണ്ടാവും. ഈ തിരുവനന്തപുരമാണല്ലോ സ്വന്തം സ്ഥലമായിട്ട് വരുന്നത്. തിരുവനന്തപുരം എന്ന് പറയുന്ന സമയത്ത് കുറച്ചും കൂടി സീനാണ്, കുറച്ചും കൂടി റൂട്ട് അല്ലെങ്കിൽ സിറ്റിയാണ്. അല്ല, ട്രിവാൻഡ്രം ഫാസ്റ്റ് സിറ്റി അല്ല, ജീവിക്കാൻ വളരെ നല്ല മറ്റൊരു പലയിടങ്ങളിലും പോകുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസം വരുന്നത്. ഒരു സൈഡിലൊരു പൈതൃകത്തിൻ്റെ ഫീല്, കവടിയാർ പാലസ്, അങ്ങനെ പഴയ അമ്പലക്കുളങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ പണ്ട് മുതലേ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ പലയിടങ്ങളിൽ നിന്നുള്ള ആൾക്കാർ അവിടെ വന്ന് താമസിച്ച്, ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നമ്മൾ കോസ്മോപൊളിറ്റൻ കൾച്ചർ അത് എന്നൊക്കെ പറയുന്നത് എത്രയോ ദശാബ്ദങ്ങൾക്ക് മുമ്പേ അവിടെ അങ്ങനെ ഒരു കൾച്ചറുണ്ട്. ഇവിടുന്ന് പാലക്കാടുന്നോ അല്ലെ കണ്ണൂരിന്നോ കോഴിക്കോടുന്നോ ഒക്കെ വന്ന് താമസിക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് കമ്പാരിറ്റീവ്ലി കൂടുതലുള്ള സ്ഥലമാണ്. അങ്ങനെ വന്ന് താമസിക്കുന്ന ആൾക്കാർ കൂടുതലായതുകൊണ്ട് തന്നെ ട്രിവാൻഡ്രത്തിൻ്റെ ഒറിജിനൽ കൾച്ചർ എന്ന് പറയുന്നത് പലപ്പോഴും ഇതിൻ്റെ ഒരു മിക്സാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നിട്ട് ഇവിടെ വന്ന് പക്ഷെ ഇപ്പോഴും മറ്റ് പല തിരക്ക് പിടിച്ച സ്ഥലങ്ങളിൽ നിന്ന് ഓടി ട്രിവാൻഡ്രത്ത് വരുമ്പോൾ കമ്പാരിറ്റീവ്ലി കോസ്റ്റ് ഓഫ് ലിവിങ്, റോഡിലെ ട്രാഫിക് എല്ലാം കുറവാണ്. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ മനസ്സിൽ വരുന്നൊരു പാട്ടുണ്ടാവും? പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം എൻ്റെ സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ, ഒരു പാട്ടിലൂടെ പറയുകയാണെങ്കിൽ സാറിന് ഏതെങ്കിലും ഒരു പാട്ട് വരും? തിരുവനന്തപുരം എന്ന് മാത്രമല്ല, തിരുവനന്തപുരം അല്ല നാടിന്റെ ഭംഗി പറഞ്ഞ് പാട്ടുകളുണ്ടോന്ന് അറിഞ്ഞൂല്ലോ. ഇപ്പോൾ അതിന് കുറച്ചൊരു സറ്റയറൊക്കെ ഉള്ളൊരു പാട്ടുണ്ട്, ചാലക്കമ്പോളത്തിൽ വെച്ച് നിന്നെ കണ്ടപ്പോൾ. ആ പാട്ട് മുഴുവൻ തിരുവനന്തപുരത്തെ കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഒരു നായികയെക്കുറിച്ച് വിശദീകരണങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് കുറച്ചും അതിന് നമ്മളിപ്പോൾ സഖ്യസാനുശ്രുതി ചേർത്ത് വച്ച് മണിവീണയാണെൻ്റെ അങ്ങനെ ഒരു എലൈറ്റ് ഡിസ്ക്രിപ്ഷൻസ് അല്ല. എന്നാലും തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ എൻ്റെ വീട്, അത് ദാറ്റ്സ് ഓക്കെ. പിന്നെ സ്വാതി തിരുനാൾ, അവിടുത്തെ അങ്ങനത്തെ പൈതൃകം എനിക്ക് ഒരുപാട് മനസ്സിൽ വരും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നാടിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് എക്സാക്ട്ലി ഒരു പാട്ടിലേക്ക് ഒതുങ്ങാൻ പറ്റുന്നില്ല. പറ്റില്ല, അത്രയും വികാരമുണ്ട് നാടിനോടുന്നില്ല. അതങ്ങനെ തന്നെയാണ് സ്വന്തം സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ഇഷ്ടം. ഇനി ഒരു കാര്യം ചെയ്യണം, ഒരു നല്ല എലൈറ്റ് ആയിട്ടുള്ള ഒരു ട്രിവാൻഡ്രം സോങ് ഞങ്ങൾ ചെയ്യാൻ പോവാം. അടിപൊളി. അതിലേക്കൊരു ഹിന്റ് ഞാൻ തന്നിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ സാർ ആൽബം സോങ്സ്, സാറിന്റെ കുറച്ച് ആൽബം സോങ്സ് ഉണ്ട്. ആ ഒരു സമയത്ത് ആൽബം സോങ്സിന് ഭയങ്കര സ്വീകാര്യതയായിരുന്നു അല്ലേ? ഭയങ്കരമായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന സിനിമ പാട്ടുകൾ എങ്ങനെയാണ് അതുപോലെ തന്നെ ആൽബം സോങ്സിനുള്ളൊരു സ്വീകാര്യത ഉണ്ടായിരുന്നു. പക്ഷേ 2025 ഈ ഒരു വർഷത്തിലേക്കൊക്കെ എത്തുമ്പോൾ ആൽബം സോങ്സിന്റെ രീതി മാറി, പാറ്റേൺ മാറി, സോങ്സ് വരുന്നതിൽ വളരെ മാറ്റമുണ്ട് ഇല്ലേ? അത്
അതിനെ പറ്റിയിട്ട് എന്താ സാറിന് പറയാനുള്ളത്? ആൽബം സോങ്സ് നമ്മൾ എനിക്ക് തോന്നുന്നു സിനിമ ചലച്ചിത്രേതര ഗാനങ്ങൾ എന്നുള്ള ശ്രേണി വലിയ മലയാളത്തിലൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറയാം. അത് റൈറ്റ് ഫ്രം വളരെ പണ്ട് മുതലേ ഉണ്ട്. കാരണം HMV, യേശുദാസ്, ഈ ആൽബം സോങ്സ് നമ്മളിപ്പോൾ അങ്ങനെ ഒരു പേരിട്ട് വിളിക്കുന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് ചലച്ചിത്രേതര ഗാനങ്ങൾ എന്ന് മലയാളത്തിൽ നല്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. സിനിമയിലല്ലാത്ത ഒരു പാരലൽ സ്ട്രീം ഓഫ് സോങ്സ്. പക്ഷേ സിനിമാ പാട്ടുകളെ പോലെ തന്നെ പോപ്പുലർ ആയിട്ടുള്ളതാണ് ഇപ്പോൾ യേശുദാസ് സാറിൻ്റെ HMV ഏറ്റവും ആദ്യത്തെ എൻ്റെ ഓർമ്മയെന്ന് പറയുകയാണെങ്കിൽ ഗംഗയാറ് പിറക്കുന്നു എന്നൊക്കെ പറയുന്നത് മുതൽ നമുക്ക് ആൽബമായിട്ട് എടുക്കാം. അത് കഴിഞ്ഞ് പിന്നെ തരംഗിണിയുടെ തന്നെ ഓണപ്പാട്ടുകൾ ഒഴിച്ചു നിർത്തി മലയാളിക്ക് ഇനിയൊരു ഓണം മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയൊരു ഓണം അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെ റേഡിയോ സ്റ്റേഷൻസിൽ നിന്ന് വരുന്ന ലളിതഗാനങ്ങൾ അല്ലേ, അതും ഇപ്പോൾ ശാരദേന്ദുമയൂഖമാലകൾ പൂച്ചൊരിഞ്ഞൊരി സന്ധ്യയിൽ ഗാനമാധുരി തൂക്കി വന്നു ശാരികെ എൻ മുന്നിൽ നീ ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ നിളാനദിയുടെ നിർമ്മല തീരം നിരുപമ ഭാവാർദ്ര തീരം കവിയുടെ ആത്മാവും കല്ലോലങ്ങളും ചിലങ്കകളണിയുന്ന നേരം കഥകളി ചമയങ്ങൾ അണിയുന്ന തീരം. ഇങ്ങനെ ഒരുപാട് പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് പാടിയപ്പം പാട്ട് സമയത്ത് വേറെ ചോദ്യമൊന്നുമില്ല, അല്ല ഈ പാട്ടുകൾക്കൊക്കെ തന്നെ മാമാങ്കം പലകുറി എല്ലാവരും ഇതൊക്കെ സിനിമാ പാട്ടാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ജനറേഷൻ തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ ഇപ്പം ഇറങ്ങുന്ന പാട്ടുകൾക്ക് ആൽബംസ് ഇറങ്ങുമ്പോൾ അത്രത്തോളം സ്വീകാര്യത വന്ന് ജസ്റ്റ് മൊമെന്ററി അല്ലെങ്കിൽ അത്രത്തോളം ലൈഫ് സ്പാൻ കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഞാൻ കുറച്ച് നാൾ മുൻപ് കേട്ടൊരു കാര്യമാണ്, മറ്റൊരു സിംഗർ പറഞ്ഞൊരു കാര്യമാണ്, സിംഗറും ഡയറക്ടറും ഒക്കെയാണ്, മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പാട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു മൊമെന്റിലുള്ള ഒരു സ്വീകാര്യതയല്ല എനിക്ക് വേണ്ടേ, പിന്നീടും ആൾക്കാർ അത് വന്നിരുന്ന് കേൾക്കണം. ആ ഇറങ്ങുന്ന സമയത്തുള്ളൊരു ഓളം എന്നതിനുപരിയായിട്ട് പിന്നീടും കേൾക്കുന്ന സോങ്സ് ആണ് എനിക്ക് വേണ്ടത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചും എൻ്റെ ആഗ്രഹവും ഞാൻ മുമ്പ് എപ്പോഴോ എവിടേക്കോ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 45,000 ഒരു മനുഷ്യനും കേൾക്കാത്ത പാട്ടുകൾ പാടുന്നതിനേക്കാളും ഒരു 100 പാട്ട് ഒരേ തവണ കുറേ വർഷങ്ങൾക്ക് ശേഷവും കേട്ടാൽ നമുക്ക് ആസ്വദിക്കാനും റിലേറ്റ് ചെയ്യാനും പറ്റുന്ന പാട്ടുകൾ പാടാൻ കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എപ്പോഴും അങ്ങനെ പാട്ടുകൾ ഇപ്പം നമ്മൾ പഴയ ഒരു ചലച്ചിത്രം എടുത്താൽ ഇപ്പം ഡേഞ്ചർ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കണ്ണൂർ റീലെക്സ് എന്നൊക്കെ പറഞ്ഞ സിനിമ, അതിൽ കഥയോ അല്ലെങ്കിൽ ഇപ്പം മറ്റേ ആ ബസ്സിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പാടുപെട്ടെടുത്തൊരു ഷോട്ട് കാണാൻ വേണ്ടി നമ്മൾ എൻ്റെ മനസ്സിലില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉത്തരാ സ്വയംവരമോ അല്ലെങ്കിൽ മനോഹരി എന്നുള്ള പാട്ടുകളാണ്. അപ്പോൾ എൻ്റെ ഇങ്ങനെ പാട്ടിനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുടെ മനസ്സിൽ ഇപ്പോഴും ആ ചിത്രം ജീവിക്കുകയാണ് ആ പാട്ട് കൊണ്ട് മാത്രം. അതാണ് ശരിക്കും ചലച്ചിത്രത്തിൽ സംഗീതത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത്. ഈ അടുത്ത കാലത്തും ഒരുപാട് പേര് പറഞ്ഞു, വളരെ പ്രമുഖരായിട്ടുള്ളവരൊക്കെ ചലച്ചിത്ര ഗാനങ്ങളുടെ പ്രസക്തി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. മനസ്സിൻ്റെ അല്ലെങ്കിൽ ചുണ്ടിൻ്റെ ചെറുകോണിൽ മാത്രം വരുന്നൊരു ചിരിയെ ഒരു പുച്ഛമായിട്ട് കാണാനല്ല, ചെറിയൊരു പുഞ്ചിരി അപ്പം തോന്നും. കാരണം ഇങ്ങനത്തെ പടങ്ങൾ എടുത്തിട്ട് അത് നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറഞ്ഞു പോകും. പടങ്ങൾ എന്തായാലും മറഞ്ഞു പോകും. കാരണം അൺലെസ് ആൻഡ് അൺടിൽ അത് അത്രയും കൾട്ട് സിനിമകളൊക്കെ അല്ലെങ്കിൽ അല്ലേ, നമ്മൾ തൂവാനത്തുമ്പികളോ അല്ലെങ്കിൽ താഴ്വാരം, ഉത്സവപ്പെറ്റി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ നമ്മളെ വന്ന് മതിക്കുന്ന സിനിമകളാണ്. അത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അല്ലാതെ അപ്പുറത്തൊരു ചേട്ടനുണ്ടായിരുന്നു, അയാളും അപ്പുറത്തെ വേറൊരു ചേച്ചിയുടെ മകനും തമ്മിൽ അടികൂടി ഒരാളും അമേരിക്കയിൽ പോയി പണക്കാരനെ തിരിച്ചു വന്നു, ഇതൊക്കെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകും. പക്ഷേ അതിനകത്തൊരു നല്ല പാട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പാട്ടിലൂടെ ആ സിനിമയ്ക്ക് പിന്നീട് ഒരുപാട് ആയുസ്സുണ്ട്. തീർച്ചയായിട്ടും. അത് മലയാളികൾ സിനിമകൾ ആവർത്തിച്ച് കണ്ടില്ലെങ്കിലും ആവർത്തിച്ച് പാട്ടുകൾ കേൾക്കാറുണ്ട്. മലയാളം എന്നല്ല, എല്ലാ ഭാഷയിലും അങ്ങനെ തന്നെയാണ്. അത് ഇംഗ്ലീഷ് സിനിമയിൽ പാട്ടുണ്ടോ എന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് സിനിമയിൽ പാട്ടില്ലെങ്കിൽ നമ്മുടെ ഇവിടെ പാട്ടുണ്ടാവാൻ പാടില്ലേ? അങ്ങനെ അതൊരു ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല. കാരണം അവരുടെ സിനിമ കൾച്ചർ, അവരുടെ സൊസൈറ്റിയുടെ കൾച്ചർ എല്ലാം വ്യത്യാസം. അതുകൊണ്ട് ദർ ഇസ് നോ
ലോജിക് എന്ന് പലപ്പോഴും തോന്നും. പിന്നെ സിനിമ എന്ന് പറയുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് സാധനമാണ്. ഏറ്റവും ഒരാളുടെ ഒരാൾ രാവിലെ എഴുന്നിട്ട് ഒരു സർക്കാർ ഓഫീസിൽ പോകുന്ന ഒരാളുടെ കഥയാണ് സിനിമയെങ്കിൽ അയാൾ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് പിന്നെ കുറച്ച് നേരം പേപ്പർ വായിച്ച് ആകാശത്തോട്ട് നോക്കി ഇതെല്ലാം കാണിക്കാൻ പറ്റില്ല. അപ്പം നമ്മളതിനെ ആ കഥയെ ചുരുക്കി കാഴ്ചക്കാർക്ക് അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് പറയുകയാണെങ്കിൽ അതിനകത്ത് അയാളുടെ ഫാൻറ്റസീസിനകത്ത് പാട്ടുണ്ടായിക്കൂടെ? ഇല്ലെങ്കിൽ ഈ പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് പടം കാണാൻ വരുന്നവർക്ക് ഒരു അഡീഷണൽ മധുരം പോലെ ഒരു പാട്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റും വെക്കണം. എന്നാലും ഞങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ ജോലി എന്നുള്ള അർത്ഥത്തിലല്ല, നമുക്ക് പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ പ്രസക്തി ഉണ്ടാവുള്ളൂ. തീർച്ചയായിട്ടും. അത് ഇപ്പോൾ വരുന്ന മലയാള സിനിമയിൽ മാറി. പണ്ട് മലയാള സിനിമയാണെങ്കിൽ ടൈറ്റിൽ സോങ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ടൈറ്റിൽ കാണിക്കുന്ന സമയത്ത് ഒരു സോങ്, നായകൻ ഒരു ഇൻട്രോ സോങ്, നായികക്ക് ഇൻട്രോ സോങ്, ഫാമിലി മെമ്പേഴ്സ് കൂടുന്ന സമയത്ത് ഒരു സോങ്, അങ്ങനെ എല്ലാത്തിനും ഒരു ഇരട്ടി മധുരം പോലെ ഉണ്ടായിരുന്നു പാട്ട്. പക്ഷെ ഇപ്പോഴത്തെ മലയാള സിനിമയിൽ നോക്കുമ്പോൾ പാട്ടിന്റെ സ്ഥാനം മാറി. പാട്ട് ഒരു പ്രൊമോഷണൽ മെറ്റീരിയൽ മാത്രമായിട്ട് പലപ്പോഴും മാറി വരുന്നുണ്ട്. സിനിമയിൽ പാട്ടുകളില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങ് പ്രൊമോട്ട് ചെയ്താൽ പോരെ? എന്തിനാ പാട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ? പ്രൊമോഷന് വേണ്ടിയിട്ടൊരു പാട്ട്, ആ പാട്ടിൻ്റെ ജോലി അതാണോ? ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഒരു സിനിമയുടെ ഭാഗമാകുക എന്നുള്ള, ഇന്ത്യൻ സിനിമയിൽ അത് ഒഴിച്ചു മാറ്റി നിർത്തപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമല്ല പാട്ടെന്ന് പറഞ്ഞാൽ. അത് ഇന്ത്യൻ സിനിമ ഉള്ളിടത്തോളം ഇനി കുറഞ്ഞതൊരു 20 വർഷത്തേക്കെങ്കിലും ചേട്ടന്മാർ നോക്കണ്ട, പാട്ട് ഇവിടെ തന്നെ കാണും. പിന്നെ അതിൻ്റെ കെട്ടും മട്ടുമൊക്കെ പടത്തിൻ്റെ സംവിധായകരും അല്ലെങ്കിൽ പാട്ട് കേട്ട് ജഡ്ജ് ചെയ്യാൻ വരുന്നവരും ഒക്കെ കൂടെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന, അത് പോസിറ്റീവ് മാനിപ്പുലേഷൻസ് ആവാം. അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് ഭംഗിയാക്കുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് ഭംഗി കുറഞ്ഞു പോയാലും അതിൻ്റെ ഉത്തരവാദികൾ ഒരു കളക്റ്റീവ് ഡിസിഷൻസ് ആണ് പലപ്പോഴും. ഓക്കെ. അതുപോലെ തന്നെ മാറി വരുന്ന പാട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയും കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ഉത്തരം റാപ്പ് സോങ്സ് എന്നാണ്, അല്ലേ? റാപ്പ് സോങ്സ് ആണ് ഇപ്പോൾ ട്രെൻഡിങ് എന്ന് പറയുന്നത്. സിനിമയിൽ ഉൾപ്പെടെ ആ ഒരു പാട്ടിന്റെ സ്ഥാനം സ്ഥാനം വന്നു കഴിഞ്ഞിരിക്കുന്നു, ഇല്ല? അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് മലയാളം അല്ലെങ്കിൽ മലയാള പാട്ടുകൾ എന്ന് പറഞ്ഞ് ശരിക്കും നമ്മൾ കേട്ട് വന്ന കുറേ കാര്യങ്ങളുണ്ട്. പൂർണ്ണമായൊരു മാറ്റം വരുന്നുണ്ടോ? അല്ല, പലപ്പോഴും ഇതൊരു സൈക്കിളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എത്ര 10,000 രൂപ 1,00,000 രൂപയുടെ ക്ലോക്ക് ആണെങ്കിലും 150 രൂപയുടെ അലാം അടിക്കുന്ന ക്ലോക്ക് ആണെങ്കിലും 12-ൽ നിൽക്കുന്ന സൂചി 1-ൽ 2-ൽ 3-ൽ ഒക്കെ പോയിട്ട് തിരിച്ച് 12-ൽ വരും, പിന്നെ 1, 2 എന്നൊക്കെ പറഞ്ഞ് പോകുന്ന പോലെ ഉള്ളൂ. അതില് മാറ്റില്ല. അത് മ്യൂസിക് എന്നുള്ള എലിമെൻ്റാണ്. അതിൻ്റെ മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപമാറ്റങ്ങൾ അവിടെ ഉണ്ടായേക്കാം. പക്ഷെ അൾട്ടിമേറ്റ്ലി മ്യൂസിക് ആൻഡ് മ്യൂസിക്കാലിറ്റി രണ്ടും അവിടെ ഉണ്ടാവും എന്ന ശുഭാപ്തി വിശ്വാസക്കാരനാണ് ഞാൻ. അതെ, എപ്പോഴും പോസിറ്റീവ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, ശരിക്കും സംഗീതം എങ്ങനെയാണ് ആസ്വദിക്കുന്നത്? അതിനൊരു ഡെഫിനേഷൻ പറയുകയാണെങ്കിൽ അത് എങ്ങനെയാണെന്ന് പറയാനായിട്ട് പറ്റും? സംഗീതം ആസ്വദിക്കണമെങ്കിൽ ഒന്ന് നല്ല ബോധത്തോടു കൂടി ആസ്വദിക്കാൻ തയ്യാറാവണം. അപ്പോഴാണ് അതിന് മധുരം കൂടുന്നത്. ഓക്കെ, നല്ല ബോധത്തോടു കൂടി ആസ്വദിക്കണം എന്നല്ലേ? തളർന്ന് തരിപ്പണമായി എവിടെയെങ്കിലുമൊക്കെ പോയി ഉരുണ്ട് വീണിട്ടൊക്കെ വന്നിട്ട് ഒരു പാട്ടെടുത്തിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മൈൻഡ് അതിന് പ്രിപ്പയർഡ് ആവണം. നല്ല ഒരു പാട്ട് കേൾക്കാൻ തോന്നുന്നു. മഴ കട്ടൻ ചായയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു പാട്ട് കേൾക്കാൻ തോന്നില്ല. അതുപോലെ അപ്പം നമ്മുടെ മൈൻഡിന് ഉള്ള ആ മ്യൂസിക്കൽ ബോധം ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന മനസ്സുണ്ടായിരിക്കണം. അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ പിരിയുവാനാകുമോ തമ്മിൽ എൻ പ്രിയേ പുതുജീവനായി എന്നിൽ നിറയൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്നുകിലൊരു ലവ് ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരാളുടെ ഒരു നഷ്ടമോ അല്ലെങ്കിൽ മിനിമം ഒരു ബ്രേക്കപ്പിൻ്റെ കഥയെങ്കിലും വായിച്ച് അയാൾ സ്വന്തമായിട്ട് ആ കഥയുടെ പശ്ചാത്തലത്തിൽ കൂടെ മനസ്സുകൊണ്ട് സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇയാൾ എത്ര നേരമായി കരയാൻ തുടങ്ങിയിട്ടെന്ന് തോന്നുന്ന ആ പാട്ട് കേട്ടിട്ട് അങ്ങനെ തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? അതുപോലെ ചില വരികൾ പോയി നമുക്ക് പാട്ടുകളിൽ ക്ലിക്കാവും. ഇപ്പോൾ ONV സാറിൻ്റെ പാട്ടുകളിലൊക്കെ ഉണ്ട്, പെട്ടെന്ന് ഓർമ്മ വരുന്ന പറയുന്നതേ ഉള്ളൂ.
അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി. അതെല്ലാം നമുക്ക് കണ്ടിട്ടുള്ള ബിംബങ്ങളാണ് അല്ലേ? രാവിൽ നീല അതെല്ലാം നമുക്ക് അല്ലിമലർക്കാവ് പൂരം കാണാൻ പോയി. അവിടെ ആനയുണ്ടായിരുന്നു, മറ്റേ കടയിൽ നിന്ന് സാധനം, അതൊക്കെ ഓർമ്മ വന്നു. പഴയ നൊസ്റ്റാൾജിയയിലേക്ക് പോയെങ്കിലും വെറുതെ സൂര്യൻ ധ്യാനിക്കുമേ ഋ- ഋതുശോഭയാകെ ഒരു കുഞ്ഞു പൂവിൽ എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആ വരി അങ്ങോട്ട് മനസ്സിലാവും. ഒരു വസന്തത്തിന്റെ ശോഭ മുഴുവൻ ഒരു കൊച്ചു പൂവിൽ നമ്മൾ കാണുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ആ മ്യൂസിക്കൽ കണ്ടന്റ് ഭയങ്കരമായിട്ട് അങ്ങ് എസ്കലേറ്റഡ് ആൻഡ് എലിവേറ്റഡ് ആയിപ്പോകും. അപ്പോൾ ഇതെല്ലാം ആസ്വദിക്കണമെങ്കിൽ ഒന്ന് ഭാഷ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇതെന്താ എഴുതി വെച്ചിരിക്കും, ചുമ്മാ ഇങ്ങനെ അല്ലിമലർക്കാവിൽ പൂരം എന്ന് പാടിയിട്ട് കാര്യമില്ല. അതിനകത്ത് എവിടെയാണ് ആ ജെം വെച്ചിരിക്കുന്നതെന്ന് കണ്ടെത്താനുള്ള മനസ്സ്. അതെല്ലാം ആരെങ്കിലും പറഞ്ഞു തരണം. പറഞ്ഞു തന്നാലേ അത് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ അത് പെരിഫറലി നമ്മൾ എൻജോയ് ചെയ്ത് പോകുന്നത് ഇങ്ങനെ താഴോട്ടുള്ള പല ലെവൽസ് എൻജോയ് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മ്യൂസിക് എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വലിയൊരു ക്വാളിറ്റിയും അതൊരു ഭയങ്കര വലിയ മസ്റ്റുമാണ്. എന്നാലേ നല്ല കണ്ടന്റ് ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞു തരുന്നതായിട്ട് കുറച്ച് നാൾ മുൻപ് ഞങ്ങളൊരു കാര്യം കണ്ടിരുന്നു, കൈരളിയില് റെയിൻ ഡ്രോപ്സ്. 90s വികാരമായിരുന്നു റെയിൻ ഡ്രോപ്സ്. അത് കാണാൻ വന്നിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്ലസന്റ് ആയിരുന്നു. കാരണം അത്രയും പാട്ടുകൾ കിട്ടുന്ന പരിപാടികളൊന്നും വേറെ ഇല്ല ആ സമയത്ത്. ഒരുപാട് പേര് എഴുതി ഇഷ്ടപ്പെട്ട പാട്ട് എൻ്റെ അമ്മയുടെ പിറന്നാളാണ് ഇത്രാം തീയതി എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു പാട്ട്, ചിലത് നമ്മുടെ ചോയ്സിന് വിടുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരിക. അയ്യോ 60ാം പിറന്നാളിന് എന്ത് പാട്ട്, ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ തിരുവനന്തപുരത്തിനെ കുറിച്ചൊരു പാട്ട്. അപ്പൊ കുറച്ച് പ്രശ്നമാണ്. അപ്പൊ ലൈവ് അല്ലേ, ലൈവ് ആയതുകൊണ്ടാവും കുറച്ച് ഒരു മിനിറ്റ് ആലോചിക്കട്ടെ എന്ന് പറയാനുള്ള സാവകാശമില്ല. അപ്പൊ വേറെ എന്തെങ്കിലും ഭാരതം എന്ന പഴയ അമ്മ അതുകൊണ്ട് ഈ പാട്ട് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പാട്ട് അങ്ങനെ പാടും. ഇല്ലേ ഒരു പഴയ പാട്ട് എന്തെങ്കിലും പാടും. എന്തെങ്കിലും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത്രയും പാട്ടുകൾ ഉള്ളത് കൊണ്ട് തിരഞ്ഞെടുക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? ഓർമ്മ വരുന്ന കാര്യമാണ്. ലൈവ് എന്ന് പറയുമ്പോൾ എന്താണെങ്കിലും ബാക്ക് ഓഫ് ദ കോർണർ ഓഫ് ദ മൈൻഡിൽ ഒരു അലേർട്ട്നെസ് ആവശ്യമില്ലാതെ കിടക്കും. നമ്മൾ ബോധറേഷൻ കൈ ശരിയാണോ, സംസാരിക്കുന്നത് ശരിയാണോ, പാട്ട് പറയുന്നത് ശരിയാണോ, ഇത് നോക്കുന്നത് ശരിയാണോ, മൊത്തത്തിലൊരു കൺഫ്യൂഷൻ വരുന്നത്. ഇതിൻ്റെ എല്ലാം പുറത്ത് ഇത്രയും നേരം വർത്തമാനം പറഞ്ഞിട്ട് പെട്ടെന്ന് പാട്ടിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കതൊരു ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷെ കണ്ടിരുന്ന ഞങ്ങൾക്ക് വളരെ ഈസി ആയിരുന്നു. കാരണം ആ ഒരു ബോധർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നില്ല. വരുന്ന പാട്ടുകൾ ഞങ്ങളതിങ്ങനെ ആസ്വദിച്ച് കേട്ടിരുന്നു. കാരണം ആ സമയത്ത് അത്രയും ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റിയിരുന്നില്ല. അതിങ്ങനെ സെലക്ട് ചെയ്ത് ഒരു പാട്ടുകൾ കിട്ടുന്ന സമയത്ത് സാറ് നേരത്തെ പറഞ്ഞില്ലേ, പറഞ്ഞു കൊടുക്കാൻ വേണം ഒരാളിന്ന്. ആ ഒരു പറഞ്ഞു കൊടുക്കൽ ആസ്വദിച്ചിരുന്ന ഒരു സമയം കൂടി ഉണ്ടായിരുന്നു. റെയിൻ ഡ്രോപ്സ് അന്ന് പിന്നെ എന്നും ഫേവറേറ്റ് ആണ്. ഒപ്പം തന്നെ സാർ മറ്റൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ സാറിന് ഇങ്ങനെ കയ്യിൽ കിട്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ വിടുക? എനിക്ക് ഒരു 2 പാട്ട് കൂടി ഒന്ന് പാടിത്തരാമോ? എന്തെങ്കിലും. എനിക്ക് ഗിരീഷ് പുത്തൻശ്ശേരി ഭയങ്കര ഡൈ ഹാർട്ട് ഒരു വൈബാണ് എനിക്ക് സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗിരീഷ് പുത്തൻശ്ശേരിയുടെ ഏത് പാട്ടായാലും ഞാൻ ഓക്കെയാണ്, ഫുൾ സെറ്റാണ്. എനിക്കിങ്ങനെ ഒരു റിലാക്സ് ചെയ്ത് കേൾക്കണം. ആകാശത്താവണി തിങ്കൾ
ഈ ഒരു ഓണക്കാലത്ത് എനിക്ക് കിട്ടിയ ഒരു അല്ല ഓണസമ്മാനമായിട്ട് ഇതൊരു ഞാനീ ഒരു പാട്ട് സമ്മാനമല്ല, ഇത് എടുക്കുന്നു കേട്ടോ. ഭയങ്കര മനസ്സിനെ വിഷമിപ്പിക്കുന്ന സങ്കടം ഗിരീഷേട്ടന്റെ സങ്കടപ്പെടുന്നു. ചില പാട്ടുകളുടെ ചില യൂസേജസ് ഒക്കെ നമ്മളെ ഇങ്ങനെ സ്റ്റാബ് ചെയ്യുന്നത്. അതിങ്ങനെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കുത്തി കയറും. പക്ഷെ അതേ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്ലസന്റ് സിറ്റുവേഷനിൽ നിലാവിൻ്റെ നീലഭസ്മ കൊറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ, ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം. നിലാവിൻ്റെ നീലഭസ്മം എൻ്റെ ഒരു അധിക പ്രേമം പാട്ടാണ് കേട്ടോ. അത്രമാത്രം ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന പാട്ടാണ് ഇത് ശരിക്കും എനിക്കൊരു ഓണം സമ്മാനമാണ്. ഞാനിങ്ങനെ കേൾക്കുന്നത് ലൈവായി ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. അപ്പം അതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ട് സാർ. ഇനിയും ഇതുപോലെ മധുരമായിട്ട് ഒരുപാട് പാട്ടുകൾ സാറിന് പാടാനായിട്ട് സാധിക്കട്ടെ.